ആരൊക്കെ ആയിരിക്കണം സാറിന് ഇഷ്ടമുള്ളൊരു ഇടയ്ക്കിടയില്ല മോനെ ഞാൻ ഇതേ പണി എടുത്തതാട്ടോ കുറേ കാലം. അത് ചോദിക്കാത്തത് നിങ്ങൾക്ക് സിനിമാ നടി എന്ത് പറഞ്ഞു, സിനിമാ നടൻ എന്ത് പറഞ്ഞു അല്ലാതെ ധൈര്യം ഹേമ കമ്മീഷൻ്റെ പൂത്തി വെച്ച് പേജ് പുറത്തു വിടട്ടെ. കാരണം ഇതിൻ്റെ ആദ്യത്തെ മുന്നോടിയായിട്ട് മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു കണ്ണിൽ പൊട്ടിയിടുന്ന പരിപാടി മാത്രമാണ്. അല്ല ഞാൻ പറയുന്നത് പൂഴ്ത്തി വെച്ചെന്ന് പറയപ്പെടുന്ന 28 പേജുകൾ പുറത്തു വിടട്ടെ. അതുപോലെ 15-ാം തീയതി ഇലക്ഷൻ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഇലക്ഷനിൽ എന്തായിരിക്കും? വളരെ ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു ഇലക്ഷനാണല്ലോ. പണ്ടത്തെ പോലെ ഒരു പാനൽ അവതരിപ്പിച്ച് പാസ്സാക്കുന്നതല്ല ഇപ്പോൾ. അപ്പോൾ ആൾക്കാർക്ക് ചോയ്സ് ഉണ്ട്, ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് അവരുടെ ചോയ്സാണ്. അപ്പോൾ അതന്ന് നടപ്പിലാവും. പുതിയ ഭരണസമിതി വരും. പലരും ഇതാണ് അതൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു തന്ത്രമായിട്ട് കൂട്ടിയാൽ മതി. കാരണം എല്ലാ കാറ്റഗറിയിലും മത്സരിക്കാം എല്ലാവർക്കും. അല്ല, നോമിനേഷൻ കൊടുക്കാം. അവസാനം നമുക്ക് ഒന്നിലേ മത്സരിക്കാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ പിൻവലിക്കാം. അപ്പോൾ ഏതാണ് സേഫ് സോൺ നോക്കും. തനിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ കുറേ കൂടെ കോമ്പറ്റൻ്റ് ആണ്, നമ്മൾ തോറ്റുപോകും തോന്നുമ്പോൾ കുറേ കൂടെ സേഫായ ഒരു ഇതിലേക്ക് മാറും. ഒരു ചതുരംഗക്കളി പോലെയാണിത്. അപ്പോൾ നമ്മൾ ആദ്യം സേഫ് സോണിലാണ് നിൽക്കുന്നത്. എക്സിക്യൂട്ടീവ് അതിൽ വലിയ അടി ഉണ്ടാവില്ല. എന്നല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഒരു തീരുമാനമെടുക്കുന്നതിൽ പ്രധാന ഘടകം. എന്ന് വെച്ചാൽ 10 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായമാണല്ലോ ആർക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പ്രസിഡന്റിനും സെക്രട്ടറിക്കൊന്നും ഒരു തീരുമാനം എടുത്താലും നമുക്ക് ഇപ്പുറത്ത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ അംഗീകാരം കൂടെ വേണം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഒരു സേഫായ സ്ഥലത്ത് നിന്നുള്ളൂ. ഇലക്ഷൻ നോമിനേഷൻ പിൻവലിക്കുന്നത് നടൻ ബാബുരാജിന് കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. കണ്ടിരുന്നു. അതിനെക്കുറിച്ച് എന്താണ്? അല്ല, അയാളുടെ പേഴ്സണലായ അഭിപ്രായമല്ലേ. നമുക്കിപ്പോൾ ഒരാളെ കമ്പൽ ചെയ്തിട്ട് നിങ്ങൾ പോലെ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? അദ്ദേഹം ഞാനില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനാണ്. നമുക്കൊരാളെ മേലിൽ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അയാളുടെ തീരുമാനമാണത്. തീരുമാനം അങ്ങനെ ആയിക്കോട്ടെ. അമ്മയിലിപ്പോൾ 2ാമത്തെ തവണയല്ലേ ഇലക്ഷൻ നടക്കുന്നത്? ഇതിനു മുമ്പ് ഒരു തവണ 3ാം തവണയാണ്. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരൊക്കെ ആയിരിക്കണം സാറിന് ഇഷ്ടമുള്ളൊരു ഇടയ്ക്കിടയില്ല മോനെ ഞാൻ ഇതേ പണി എടുത്തതാട്ടോ കുറേ കാലം. ഫോട്ടോ എടുക്കണം. ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന കോൺക്ലേവിനെ പറ്റി ചോദിക്കും. അത് ചോദിക്കാത്തത് നിങ്ങൾക്ക് സിനിമാ നടി എന്ത് പറഞ്ഞു, സിനിമാ നടൻ എന്ത് പറഞ്ഞു അല്ലാതെ ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് ഇപ്പോൾ ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട്. കോൺക്ലേവ് എന്നെയൊന്നും വിളിച്ചിട്ടില്ല, അത് വിളിക്കില്ല. വിളിച്ചാൽ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ആദ്യത്തെ മുന്നോടിയായിട്ട് മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു കണ്ണിൽ പൊട്ടിയിടുന്ന പരിപാടി മാത്രമാണ്. അതായത് ഞങ്ങൾ ഭയങ്കരമായ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നു സിനിമാ ലോകത്ത്. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എത്രയോ കൊല്ലം മുമ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കടലാസിലാണ്. അപ്പോൾ ഇത് ആളെ കണ്ണിൽ പൊട്ടിയിടുന്ന പരിപാടി മാത്രമാണ്. ധൈര്യം ഹേമ കമ്മീഷൻ്റെ പൂത്തി വെച്ച് പേജ് പുറത്തു വിടട്ടെ. എന്താ ചെയ്യാത്തത്? അല്ല ഞാൻ പറയുന്നത് പൂഴ്ത്തി വെച്ചെന്ന് പറയപ്പെടുന്ന 28 പേജുകൾ പുറത്തു വിടട്ടെ. അങ്ങനെ അവർ കാണിക്കട്ടെ ഇതാണ് നമ്മളെ ആറ്റിറ്റ്യൂഡ്. അല്ലാതെ കോൺക്ലേവ് വിളിച്ച് എല്ലാവരും സന്തോഷിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. കുറേ ഭക്ഷണവും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സുഖിപ്പിക്കാനാണെങ്കിൽ നമ്മളില്ല ഇതിന്. ഓക്കെ ദിനേശ.